Hello everyone, this is Mohammed Alfan. Welcome to just 2 minutes Excel tips. ഒരു ചെറിയ ട്രിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അധികം ടൈം ഒന്നും എടുക്കില്ല, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇവിടെ കാണുന്ന ചെറിയൊരു ഡാറ്റാബേസ്, ലിസ്റ്റ് ഓഫ് മൊബൈൽ ബ്രാൻഡ്സ്, ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് ടോട്ടൽ. ഈ ടോട്ടലിൽ ഞാൻ ഓൾറെഡി ഇൻറ്റു എന്നുള്ള ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഓൾറെഡി ഫോർമുല ബിൽഡപ്പ് ചെയ്തതാണ്. ഈവൻ ഞാൻ 5 എന്നുള്ളത് 10 ആക്കിയാലും ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് ആവുന്നത് കാണാം. റൈറ്റ്, സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കോളം ഉദ്ദേശിക്കുന്നത് ഈ ഒരു റേഞ്ചും റോസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെറ്റ് ഓഫ് റേഞ്ചുമാണ്. റൈറ്റ്, സോ നമുക്ക് ഈസി ആയിട്ട് ഒരു കോളം ഹൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു കോളം ഐ എന്നുള്ള കോളം കംപ്ലീറ്റ് ഹൈഡ് ചെയ്യണം. ആ റെസ്പെക്റ്റീവ് കോളം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ന് ഹൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് റോ ഹൈഡ് ചെയ്യണം. ജസ്റ്റ് അൺഡു പ്രസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, റോ 5 സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു. റൈറ്റ്, ഇനി നമുക്കൊരു പർട്ടിക്കുലർ സെൽ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആപ്പിളിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള 7 എന്നുള്ള ക്വാണ്ടിറ്റി ഹൈഡ് ചെയ്യണം. സോ ആ പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്തു, ഇത് H5 ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഫോർമാറ്റ് സെൽ. ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ അപ്പിയർ ചെയ്തു, ഫോർമാറ്റ് സെൽ. ഈ ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+1. ഇവിടെ ഫസ്റ്റ് ടാബായി നമ്പറിൻ്റെ അണ്ടറിൽ തന്നെ ലിസ്റ്റ് ഓഫ് കാറ്റഗറീസ് ഉണ്ടാവും. അതിൽ ഏറ്റവും ലാസ്റ്റ് കസ്റ്റംസ് ഉണ്ടാവും. സെലക്ട് ചെയ്യുക, ശേഷം ഈ ടൈപ്പ് എന്നുള്ള താഴെ ഒരു ഫീൽഡ് ഉണ്ടാവും, ജനറൽ ബൈ ഡീഫോൾട്ടായി കാണിക്കുക. അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് 3 വട്ടം സെമിക്കോളൻ ഇൻസേർട്ട് ചെയ്യുക. 1 2 3. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഈ ആപ്പിളിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള 7 എന്നുള്ള സെല്ല് കാണാം ഇൻവിസിബിൾ ആവുന്നത്. സി, ഇവിടെ ആ പർട്ടിക്കുലർ സെല്ലുള്ള ക്വാണ്ടിറ്റി ഹൈഡ് ആയി കിടന്നു. റൈറ്റ്, ഇനി അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു 10 എന്നുള്ളത്. എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ഫീൽഡ് എമൗണ്ട് മാറുന്നതും കാണാം. അതുപോലെ തന്നെ ഈ 10 എന്നുള്ള വാല്യൂ ഹൈഡായി കിടക്കുന്നതും കാണാം. എൻ്റർ ചെയ്തു, സി ഇവിടെ ടോട്ടൽ മാറി, 10 ഇവിടെ ഹൈഡായി കിടന്നു. ഇനി 15 ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്തു, സി ഇവിടെ മാറി. റൈറ്റ്, ബട്ട് സ്റ്റിൽ നമ്മൾ ആ പർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല ബാറിൽ ഇവിടെ അപ്പിയർ ചെയ്ത് കാണാം. അഥവാ നിങ്ങൾ ഫോർമുല ബാറിൽ കാണിക്കേണ്ട, ഗോ ടു വ്യൂ, ഇവിടെ കാണാം ഫോർമുല ബാറിലെ സെക്ഷൻ, ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി. ആ ഫോർമുല ബാറിലും ഇൻവിസിബിൾ ആയി. ഓക്കെ, ഇനി അതുപോലെ തന്നെ റേഞ്ച് ഓഫ് സെൽസ് മാത്രം ഹൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു, ഇതെനിക്ക് ഹൈഡ് ചെയ്യണം. സെയിം വേ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് സെൽസ്, കസ്റ്റംസ്, ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു 1 2 3. ഓക്കെ പ്രസ് ചെയ്യുന്നു, സി ഇവിടെ ഹൈഡ് ചെയ്തു. ഇനി അവിടെ ക്വാണ്ടിറ്റി മാറ്റുന്നു, 3 ആക്കുന്നു, ഇവിടെ മാറി. അതുപോലെ തന്നെ എമൗണ്ടും മാറ്റുന്നു, ഇവിടെ മാറി. റൈറ്റ്, ഇനി ഇത് അൺഹൈഡ് ചെയ്യണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആപ്പിളിന് അഗെയിൻസ്റ്റ് ക്വാണ്ടിറ്റി സെൽസ് അൺഹൈഡ് ചെയ്യണം. സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ്, ഈ ഒരു 3 വട്ടം ഇൻസേർട്ട് ചെയ്താൽ സെമിക്കോളൻ എന്താക്കാം, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, ബാക്ക് സ്പേസ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി, നോർമലിലേക്ക് വന്നു. ഓക്കെ, സോ എല്ലാവർക്കും ഈ ട്രിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.